ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റിലോട്ടാണല്ലേ പോകുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളത് നോക്കാം. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കാം. അപ്പൊ നമുക്കത് എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ നോക്കാം അല്ലെ. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള പ്രോസസ് ആണ് എന്തെന്ന് പറഞ്ഞത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ. ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയാം. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് അതിനെ ഓർഗനൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലോട്ട് മാറ്റുന്നതാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഡാറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്സ് ആണ്. അതിന് എന്തുണ്ടാവില്ല, ഒരു മീനിങ് ഇല്ല. ഇതിനെ പ്രോസസ് ചെയ്തൊരു മീനിങ് ഫുൾ ഡാറ്റ ആക്കി മാറ്റുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ഇൻഫോർമേഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പൊ ഡാറ്റ ആ രീതിയിലോട്ട് എന്ത് ചെയ്യുക, ഡാറ്റയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എപ്പോഴും എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എന്നും ഡാറ്റ അനാലിസിസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അന്വേഷണം എന്നുള്ള ഒരു രീതി എടുക്കാതെ അതിനെ അനലൈസ് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്ത് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് അത് കമ്മ്യൂണിക്കേറ്റ് വരെ ചെയ്യുന്ന ആ ഒരു അനലൈസിങ് പ്രോസസ് ആണ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റ് നോക്കുന്ന സമയത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ അറിയാത്തൊരു ടേമിൽ രീതിയിൽ എഴുതുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യരുത്, കാര്യങ്ങളെ നോക്കി കാണരുത് കേട്ടോ. അപ്പൊ ആ ഒരു രീതി എന്ത് ചെയ്യുക, നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളത്. അതെല്ലാവരും നോക്കണം. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതാണ് അല്ലെ. അതായത് നമുക്ക് ഒരു ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിയ വലിയ ഡാറ്റാസ് ഒരുപാട് ഉണ്ടായിരിക്കും. ഡാറ്റാസ് ഇതിനെല്ലാം കൂടി നമുക്ക് നോക്കിയിട്ട് ഇപ്പൊ എനിക്കറിയേണ്ടത് എന്താണ്, അവിടുത്തെ ആവറേജ് സാലറി ആണ് ഒരു ഓർഗനൈസേഷനിൽ അല്ലെ. ഇപ്പോ XY ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആവറേജ് സാലറി ആണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ ഞാൻ അവിടുത്തെ എല്ലാവരും സാലറി സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. പകരം എന്താണ്, എനിക്കൊരു സമ്മറി ഡാറ്റ മാത്രം കിട്ടിയാൽ മതി. അപ്പൊ ഒരു സമ്മറി ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തിന്റെ പർപ്പസ് ആണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷന്റെ പർപ്പസ് ആണ്. പിന്നെ കമ്പയർ ചെയ്യുക, 2 ഗ്രൂപ്പുകൾ ഉണ്ട് വിചാരിക്കുക, ആ 2 ഗ്രൂപ്പുകളെ കമ്പയർ ചെയ്യണം. അപ്പൊ ഈ സമ്മറി വെച്ചിട്ട് കമ്പയർ അല്ലെങ്കിൽ അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ലോങ് പ്രോസസ് ആയിരിക്കും, ടൈം കൺസ്യൂം ആയിരിക്കും. അപ്പൊ അത് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ മെഷേഴ്സ് കാര്യങ്ങൾ നമുക്കറിയാം, ഒരുപാട് മെഷേഴ്സ് ഉണ്ട്. കുറച്ച് ആൾക്കാരുള്ളൂന്നുണ്ടെങ്കിൽ T ടെസ്റ്റ്, അതിൽ കൂടുന്ന സമയത്ത് F ടെസ്റ്റ്, അനോവ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് റിലേഷൻഷിപ്പും കോറിലേഷൻ, അതായത് 2 പേഴ്സൺ ആയിരിക്കാം, 2 ഫാക്ട്, അവ തമ്മിലുള്ള റിലേഷൻഷിപ്പും അവ തമ്മിലുള്ള കോറിലേഷനും കാര്യങ്ങളൊക്കെ അല്ലെ, അവ എത്രമാത്രം അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ മോഡൽ ഓഫ് ഡാറ്റ ആൻഡ് പ്രിഡിക്ട് ഔട്ട്കം, നമുക്ക് മോഡൽ ഡാറ്റ സെറ്റ് ചെയ്യാം. അതായത് ലീനിയർ മോഡൽസ് ഉണ്ടായിരിക്കും, മെഷീൻ ലേണിംഗ് മോഡൽസ് ഉണ്ടാവും. ആ മോഡൽസ് അത് എന്താണെന്നില്ല, ജസ്റ്റ് ആ മോഡൽസ് ഓർത്ത് അല്ലെങ്കിൽ അതിന്റെ ഇൻഡെപ്ത് പഠിക്കാനില്ല, നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, തിയറീസ് പറഞ്ഞു പോകാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ആ മോഡൽസ് കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്രിഡിക്റ്റ് ഔട്ട്കംസ് എന്ത് ചെയ്യുക, പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രിഡിക്റ്റബിൾ വേരിയബിൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ ഉപയോഗിക്കാം, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത്. ഇത് കൂടാതെ ഡിസിഷൻസ് ഇൻഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്പീരിമെന്റ്സും സർവേസും ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തിയറീസും ഹൈപ്പോത്തീസും കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അൺസർട്ടനിറ്റി, കാരണം നമ്മൾ ഫ്യൂച്ചറിനെ പ്രിഡിക്റ്റ് ചെയ്യാനല്ലേ, അത്തരത്തിൽ അൺസർട്ടനിറ്റി കുറയ്ക്കുന്നതൊക്കെ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന്റെ അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസിന്റെ ഇമ്പോർട്ടന്റ് പർപ്പസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് 5 മാർക്സ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, എന്താണ് what you mean by statistical investigation and also explain the purpose of statistical investigation. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് എഴുതണം. ഇനി ഡാറ്റ അനാലിസിസിനാണ് ചോദിച്ചെങ്കിൽ നമ്മൾ ഡാറ്റ അനാലിസിസിന്റെ എഴുതാനും നമ്മൾ പഠിക്കണം കേട്ടോ. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാം, നമ്മൾ കാര്യങ്ങളെ നോക്കി കാണുക. ഓക്കെ അല്ലേ, ക്ലിയർ ആണല്ലോ? ഇപ്പൊ സൗണ്ടിനും കാര്യങ്ങൾക്കൊക്കെ ഓക്കെ അല്ലേ? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷന്റെ പർപ്പസ് വരെയുള്ള കാര്യങ്ങൾ ഓക്കെ ആണോ? പറയൂ, നമുക്ക് ബാക്കിയിലോട്ട് പോവാം. പെട്ടെന്ന് റിപ്ലൈ തരണം. പെട്ടെന്ന് വരുന്ന ഡൗട്ട്സുകൾ വന്ന് ചോദിക്കണം, നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആക്കിയിട്ട് പോകണം. കാരണം നമുക്ക് പ്രോബ്ലംസ് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നമുക്ക് പ്രോബ്ലംസിലോട്ട് എത്തണം. അറ്റ്ലീസ്റ്റ് നമുക്ക് മീൻ മീഡിയൻ മോഡ് കാര്യങ്ങളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നോക്കേണ്ടതുണ്ട്. മീൻ മീഡിയൻ മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്പെയർമാൻ റാങ്ക് കോറിലേഷൻ, അതുപോലെ തന്നെ കാൾ പിയേഴ്സൺ കോറിലേഷൻ, അതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നോക്കണം.
അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത് എന്തെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ റിസർച്ച് ഒബ്ജക്റ്റീവ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്, അത് എന്താണെന്നുള്ളത് നമ്മൾ നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. സ്റ്റെപ്സ് ഫസ്റ്റ് 1 എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷന്റെ ഒബ്ജക്റ്റീവ്. നമുക്ക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം എന്താണ്, ഇതിലൂടെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡാറ്റ ഓർഗനൈസിങ് ആൻഡ് ക്ലീനിങ് ആണ്. കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള റിസർച്ച് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുക, ആ കളക്ട് ചെയ്ത ഡാറ്റയെ പ്രോപ്പർലി എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്ത് വെക്കുക. അതിൽ നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക, ആവശ്യമില്ലാത്തതിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് പ്രോസസ്സ് അല്ലെ. നമുക്ക് ഡാറ്റ കളക്ഷൻ ആണ് സെക്കൻഡ്. തേർഡ് വരുന്നത് ഡാറ്റ ഓർഗനൈസിങ് ആൻഡ് ക്ലീനിങ്. ഫോർത്ത് വരുന്ന ഈ ഡാറ്റയെ നമ്മൾ അനലൈസ് ചെയ്യുക. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഒബ്ജക്റ്റീവ് ഡിഫൈൻ ചെയ്തു, പിന്നെ ഡാറ്റ കളക്ട് ചെയ്തു, ഈ കളക്ട് ചെയ്ത ഡാറ്റ ഓർഗനൈസ് ചെയ്തു, ക്ലീൻ ചെയ്തു. ഫോർത്ത് വൺ ഡാറ്റ അനാലിസിസ് ആണ്. എന്താ ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഹൈപ്പോത്തീസ് ടെസ്റ്റിംഗ് ആയിരിക്കാം, ഇൻഫറൻഷ്യൽ ടെസ്റ്റിംഗ് ആയിരിക്കാം, അതുപോലെ തന്നെ കോൺഫിഡൻഷ്യൽ ഇന്റർവെൽ വെച്ചുള്ള ടെസ്റ്റിംഗ് ആയിരിക്കാം, കോറിലേഷൻ ആയിരിക്കാം, റിഗ്രഷൻ ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. ആ അനാലിസിസ് വെച്ചുകൊണ്ട് ആ തന്നിരിക്കുന്ന ഡാറ്റയെ നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പ് വരിക. അതോടെ കഴിഞ്ഞോ? ഇല്ല. ഡാറ്റ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് റിസൾട്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം, നമ്മൾ റിസൾട്ടിലോട്ട് വരണം. അതാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് അതിൽ നിന്നൊരു റിസൾട്ട് വരും. അതായത് നമ്മളിപ്പോ എക്സാമ്പിൾ പറയുക, നമ്മൾ ആദ്യം തീരുമാനിച്ചു 10 ബി ക്ലാസ്സിലെ 10 ബിക്കൊന്നും പോണ്ട, BBA എ ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ മാർക്കാണ് എനിക്ക് അനലൈസ്. അതാണ് എന്റെ റിസർച്ച് ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഞാൻ എന്ത് ചെയ്തു, എല്ലാവരുടെയും മാർക്കും ഞാൻ കളക്ട് ചെയ്തു. ജസ്റ്റ് ഒരു ടെൻറ്റേറ്റീവ് ആയിട്ട് ഇട്ടതാണ് കേട്ടോ. മാർക്ക് ഞാൻ കളക്ട് ചെയ്തു. ഇതിന് ഞാൻ എന്ത് ചെയ്തു, അവരുടെ റോൾ നമ്പറിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്തു, ഇത് കറക്റ്റ് ആക്കിയിട്ട് ഓർഡർ ചെയ്തു. ഇതിൽ എടുത്ത സമയത്ത് BBA ബി ക്ലാസ്സിൽ ഒരു 15 മാർക്ക് ഒരാളുടെ, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരാളുടെ 15 മാർക്ക്. അപ്പൊ എനിക്കത് ആവശ്യമില്ലാത്തതാണ്. അത് ഞാൻ എന്ത് ചെയ്യും, ഒഴിവാക്കി. അത് ഞാൻ ക്ലീൻ ചെയ്തു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആ ഡാറ്റ കാര്യങ്ങൾ ചെയ്തു, ഈ ഡാറ്റ അനലൈസ് ചെയ്തു. ഒന്ന് ഞാൻ ആവറേജ് കണ്ടുപിടിച്ചു, പിന്നെ ഒരു ഹൈപ്പോത്തിസ് ടെസ്റ്റിംഗ് ചെയ്തു. അതാണ് ഡാറ്റ അനാലിസിസ് ചെയ്യുക. ഇത് ഞാൻ എന്ത് ചെയ്തു, ഈ ക്ലാസ്സിലെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 6 ആണെന്ന് കണ്ടുപിടിച്ചു. ഇവിടെ മാർക്ക് കുറയാൻ ഇന്ന ഫാക്ടേഴ്സ് ആണെന്നുള്ളത് ഞാൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിലൂടെയും കണ്ടുപിടിച്ചു. അതാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ റിസൾട്ട് കണ്ടുപിടിച്ച് വെച്ചൊരു കാര്യമല്ല, ഇത് കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യണം. ഇത് എന്ത് ചെയ്യണം, ഞാൻ ഇപ്പൊ എന്റെ കോളേജിൽ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യണം, അതായത് ടീച്ചേഴ്സിനോട് പറയണം, ആ സ്റ്റുഡൻസിന്റെ പാരന്റ്സിനോട് പറയണം. അത് ഞാൻ എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അങ്ങനെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ ആണോ? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷന്റെ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ആയോ? നമുക്ക് അതിന്റെ മെത്തേഡ്സ് പറയാൻ പോകുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഐ തിങ്ക് 2 മാർക്സിന്റെ ഭാഗത്ത് ഈ ഒരു പാർട്ട് എന്ന് ചോദ്യം വരും. 5 മാർക്സിന്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഈവൻ ഇഫ് 10 മാർക്കിന്റേക്കും വരാം. ഏത് ഭാഗത്തേക്കും വരാനുള്ള ഒരു ഭാഗമാണ് ഇനി അവിടുന്ന് നമുക്ക് നോക്കാമുള്ളത്. പോപ്പുലേഷൻ, സാമ്പിൾ, ഈ 2 കാര്യത്തിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇതെല്ലാം ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് പറയാ. ഓക്കെ, അപ്പൊ നമുക്ക് മെത്തേഡ്സിലോട്ട് പോവാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ മെയിൻലി 2 മെത്തേഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് സെൻസസ് മെത്തേഡാണ്, മറ്റൊന്ന് സാമ്പിൾ മെത്തേഡാണ്. സിംപ്ലി ഞാൻ ഒരുപാട് എക്സ്പ്ലനേഷനിലോട്ടൊന്നും പോകുന്നില്ല. ഞാൻ സിംപ്ലി നിങ്ങൾക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയണം. പക്ഷെ നമുക്ക് സിംപ്ലി ഇങ്ങനെ പറയാം. കേരളം ഈ കേരള ഇങ്ങനെ നല്ല കേരളം പിന്നെ ഞാൻ കേരളം എന്നുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ഇത് കേരളമാണെന്ന് വിചാരിക്കാം. കേരളം, ഈ കേരളയുടെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ ഇൻഡിവിജ്വൽസിനെയും, ഇതിൽ വരുന്ന എല്ലാ ഇൻഡിവിജ്വൽസിനെയും നമ്മൾ എടുത്ത് പഠിക്കുകയാണ്. ഓരോരുത്തരുടെ അടുത്ത് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, ഏകദേശം 4 CR 4 കോടി. ഇവിടെ എല്ലായിടത്തും നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുക, അവരോടൊക്കെ ചോദിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സെൻസസ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, എന്താണ് സെൻസസ് എന്ന് പറയുന്നത്? നമ്മളെയൊക്കെ വീട്ടിൽ നമ്മുടെ തല എണ്ണ എടുത്ത് പോയിട്ടുണ്ടാവും. കാരണം കൗണ്ടിങ്ങും കാര്യങ്ങളും ചെയ്യണം, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യാം. ഈ സെൻസസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അടുത്ത് എന്ത് ചെയ്യും, എത്തും. അപ്പൊ നമ്മുടെ പോപ്പുലേഷൻ ഒക്കെ ചെറുതാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ,
ഇത്തരത്തിൽ സെൻസസും കാര്യങ്ങളൊക്കെ പോസിബിൾ ആവുകയുള്ളേ. നമുക്ക് ഇവിടെ തന്നെ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ 10-12 വർഷത്തിന് മുമ്പാണ് സെൻസസ് നടത്തിയിട്ടില്ലേ. ഇപ്പോൾ അത് നടത്തിയിട്ടില്ല ഇപ്പൊ അടുത്തൊന്നും. കാരണം എന്താണ്, സെൻസസ് നടത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടൈം കൺസ്യൂം ആയിട്ടുള്ള എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ നമ്മളുടെ പോപ്പുലേഷൻ, നമ്മൾ എൻ്റയർ ആയിട്ടുള്ള ആ ഒരു കാര്യം, ഇപ്പൊ കേരളമാണ്, നമ്മൾ കേരളത്തിലെ ആ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. കേരളമാണ് നമ്മളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. കേരളത്തിലെ ആൾക്കാരുടെ ടീ ഡ്രിങ്കിങ് ഹാബിറ്റ് ആണ് നമ്മൾ നോക്കാൻ, ചായ കുടിക്കുന്നതിന്റെ ഹാബിറ്റ് ആണ് നമ്മൾ നോക്കുക. കേരളത്തിലെ എല്ലാവരും എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സെൻസസ് മെത്തേഡ് എന്ന് പറയാം. ഇനി കേരളത്തിലെ കുറച്ച് ആൾക്കാരെ നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ട് നമ്മൾ പഠിക്കുകയാണെന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് കുറച്ച് പേരെടുത്തു, ഇവിടുന്ന് എടുത്തു. ഞാൻ ഈ റെഡിൽ മാർക്ക് ചെയ്യാം. ഇവിടുന്ന് എടുത്തു, ഇവിടുന്നും. ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാം, ഞാൻ കുറച്ച് ആൾക്കാരെ എടുത്ത് അതിനെക്കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയാ, സാമ്പിൾ മെത്തേഡ് എന്ന് പറയാം. ഒരു തന്നിരിക്കുന്ന ഓൾ ഡാറ്റയെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ സെൻസസ് മെത്തേഡ് എന്ന് പറയാം. അപ്പൊ ആ പോപ്പുലേഷനെ മൊത്തമായിട്ട് നമ്മൾ പഠിക്കും. എന്നാൽ നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് കുറച്ച് ആൾക്കാരെ, ആ ഒരു പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ള കുറച്ച് സാമ്പിളുകളെ, കുറച്ച് ആളുകളെ എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറഞ്ഞ സാമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സെൻസസ് മെത്തേഡിന് കുറച്ച് മെറിറ്റ്സും ഡിമെറിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കാം. മെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആക്യുറേറ്റ് ഡാറ്റ ആയിരിക്കും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഇന്റൻസീവ് സ്റ്റഡി നടത്തുക, മൊത്തത്തിൽ ആഴത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ടും സെൻസസ് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ഡിമെറിറ്റ്സും ഉണ്ട്. കാരണം എന്താ പറയുക, കോസ്റ്റ്, ടൈം, അതുപോലെ തന്നെ എറർ വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് എല്ലായിടത്തോട്ടൊക്കെ എത്തിച്ചേരുക എന്നുള്ളത് നമുക്ക് പോസിബിൾ അല്ല. അതുകൊണ്ട് എറർ വരാനും ചാൻസ് ഉണ്ട്. അതാണ് അതിന്റെ എന്തെന്ന് പറഞ്ഞാൽ മെറിറ്റ്സും ഡിമെറിറ്റ്സും. അപ്പോൾ സെൻസസ് മെത്തേഡും സാമ്പിൾ മെത്തേഡും ചോദിക്കാം. അപ്പൊ വാട്ട് യു മീൻ ബൈ സാമ്പിളിംഗ് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് എഴുതാനൊരു കാര്യം ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ എന്താണ് സാമ്പിളിംഗ് എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ എന്തായിരുന്നു സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ, ഓൾ പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് വരുന്ന കുറച്ച് ഐറ്റംസിനെ എടുത്തിട്ട് നമ്മൾ ആ പോപ്പുലേഷനിൽ നിന്ന് എന്ത് ചെയ്യുക, പിക്ക് ചെയ്തിട്ട് അതിനെക്കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയാം. ഈ സാമ്പിളിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, മെത്തേഡ്സ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് മുന്നോടിയായിട്ട് ഞാനൊരു കാര്യം, മെത്തേഡ്സ് ഓഫ് സാമ്പിളിങ്ങിനോട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. എന്തായിരുന്നു മെത്തേഡ്സ് ഓഫ് സാമ്പിളിങ്ങിന് മുമ്പ് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് സാമ്പിളിംഗ് ആണ്. എന്താണ്, നമുക്ക് 3 പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. 3 പ്രിൻസിപ്പിൾസ് ഓഫ് സാമ്പിളിംഗ് നമുക്ക് പഠിക്കാനുണ്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ 3 പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് പ്രിൻസിപ്പിൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ അല്ലേ? ആർ യു റെഡി? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻസിപ്പിൾസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോബബിലിറ്റി ആണ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഐറ്റംസും സെലക്ട് ചെയ്യപ്പെടാൻ എന്താ അവിടെ കൃത്യമായിട്ടുള്ള ചാൻസ് ഓഫ് സെലക്ടിങ് എന്ന് പറയുന്നതാണ് പ്രോബബിലിറ്റി എന്ന് പറയാം അല്ലെ. ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യാം, ഹെഡ് വീഴാനും ടെയിൽ വീഴാനും എന്താണ് 1/2 ആണ് പ്രോബബിലിറ്റി എന്ന് പറയില്ലേ. അതേപോലെ തന്നെ നമ്മൾ സാമ്പിളിംഗ് നടത്തുന്ന സമയത്ത് ആ ഒരു പോപ്പുലേഷനിലെ എല്ലാ ഐറ്റംസിനും എന്ത് ചെയ്യാണ്, കൃത്യമായുള്ള പ്രോബബിലിറ്റി കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഇലക്ഷൻ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് അവിടുത്തെ എന്ത് ചെയ്യാം, വോട്ടിംഗ് പ്രിഫറൻസ് എന്താണെന്ന് അറിയാം. അപ്പൊ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ വോട്ടേഴ്സിനും നമ്മൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് എടുത്തിട്ട് അതിൽ 1 or 2 അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ ആൾക്കാരെ വിളിച്ചു അവരുടെ അക്കൗണ്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അവരുടെ ഫോൺ നമ്പർ എടുത്തിട്ട് നമ്മൾ വിളിക്കണം. ഈ ഫോൺ നമ്പർ സെലക്ട് ചെയ്യുന്നതിൽ എന്താ എല്ലാവർക്കും ഇപ്പൊ 1000 വോട്ടേഴ്സിന് എന്തായിരിക്കും അവിടെ ഈക്വൽ ചാൻസ് ആണ്. നമ്മൾ റാൻഡംലി എന്ത് ചെയ്യുക, അവിടുന്ന് കുറച്ച് ആൾക്കാരെ നമ്മൾ എടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ആ ഒരു ഈക്വൽ പ്രോബബിലിറ്റി ഉണ്ടാവും എന്തെന്ന് ഓരോ സാമ്പിളിനും സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞത്. എന്താണ്, സെലക്ട് ചെയ്യപ്പെടാനുള്ള ചാൻസ്, അതാണ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞോ. ഇതിനാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 മാർക്സ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ്. അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ പ്രോബബിലിറ്റി 2 മാർക്കിന് ചോദിക്കും. അപ്പൊ അത് പഠിച്ചു വെക്കാം. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി ആണ്. അതായത് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്നുള്ളത് നമുക്ക് നോക്കാണ്. അതായത് ഒരു ഫേം എന്ത് ചെയ്യാണ്, കൺസ്യൂമേഴ്സിന്റെ പ്രിഫറൻസും കാര്യങ്ങളും, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്, ഇപ്പോൾ എ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ കൺസ്യൂമേഴ്സിന്റെ പ്രിഫറൻസും കാര്യങ്ങളും എന്ത് ചെയ്യാണ്,
അളക്കാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ അവരെന്ത് ചെയ്യാണ്, റെസ്പോണ്ട് ആയിട്ടുള്ള ഒരേ തരത്തിലുള്ള കുറെ ആൾക്കാരെ എടുക്കും. അതായത് ഏജ് ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് എന്ത് ചെയ്യുക ആൾക്കാരെ എടുക്കും. അതായത് ആ ടോട്ടൽ പോപ്പുലേഷൻ എന്ത് ചെയ്യും, ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിൽ കാറ്റഗറീസ് അവർ ചെയ്യും, അല്ലെങ്കിൽ ഇൻകംസ് ലെവൽസിന് അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകളാക്കി തിരിക്കും. ഈ എല്ലാ ഗ്രൂപ്പിൽ നിന്നും എന്ത് ചെയ്യും, കുറച്ച് ആൾക്കാരെ എടുക്കും. ഇപ്പോ ഡ്രിങ്കിങ് ടീയുടെ ഹാബിറ്റ് നമ്മൾ പരിശോധിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ കുറിച്ചായിരുന്നു നമ്മൾ എന്ത് ചെയ്യുക, ടീ ഡ്രിങ്കിങ് ഹാബിറ്റ്സിനെ കുറിച്ചായിരുന്നു നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ചായയുടെ ഹാബിറ്റ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്കറിയാം കുറച്ചും കൂടി ഒരു ഓൾഡ് ഏജ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് 40 to 50 ആ ഒരു ഏജിലുള്ളവർ കൂടുതലായിട്ട് എന്തായിരിക്കും, ഈ ചായ ആയിരിക്കും കുടിക്കുക. ഇനി 30 to 50 40 നോക്കുന്ന സമയത്ത് അതിൽ കുറച്ച് കുറവുണ്ടായിരിക്കും. നമ്മളെ യങ്സ്റ്റേഴ്സിലോട്ട് നോക്കുക വെച്ചാൽ 20 to 30, അതേപോലെ തന്നെ 10 to 20 ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ കൂടുതലും ഷെയ്ക്ക്, ജ്യൂസ് ഇങ്ങനത്തെ കാര്യത്തിലോട്ടായിരിക്കും നമുക്ക് കൂടുതലായിട്ട് എന്തുണ്ടാ ഒരു അട്രാക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഓരോ നമുക്ക് ജനറലൈസ് ചെയ്ത് ഇതിൽ നിന്നുള്ള എല്ലാവരും ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത 10 പേര് എന്താണ് 20 to 30 10 to 20 ഇടയ്ക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മുടെ ഉത്തരം മാറും. അപ്പൊ അത്തരത്തിൽ വരാൻ പാടില്ല, റെഗുലാരിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ ഏജ് ഗ്രൂപ്പുകളും ഇൻകം ലെവൽസും ഒക്കെ ആയി തരം തിരിച്ചിട്ട് അതിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ സാമ്പിളുകളെ സെലക്ട് ചെയ്യുക. അതാണ് എന്തെന്ന് പറഞ്ഞത് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറയുന്നത്. ഇവിടെ എന്തായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ്, ആ പോപ്പുലേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന സാമ്പിൾ തന്നെയാണ് നമ്മൾ കളക്ട് ചെയ്തതെന്നുള്ളത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ കറക്റ്റ് ആയിട്ട് ആ പോപ്പുലേഷനെ തന്നെയാണ് എന്ത് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം സബ് ഗ്രൂപ്പ് ആക്കിയിട്ട് തിരിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആ ഒരു കാര്യത്തിനാണ് നമ്മൾ എന്തുണ്ടായി, അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പർ. നമുക്കറിയാം നമ്മുടെ പോപ്പുലേഷൻ സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഡിഫക്റ്റീവ് പ്രൊഡക്ട്സിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ ഒരു കമ്പനി ഒരു ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു 10,000 പ്രൊഡക്ട്സ് നിർമ്മിക്കുന്നുണ്ട് വിചാരിക്കാം. ഒരു ദിവസം 10,000 പ്രൊഡക്ട്സ് നിർമ്മിക്കുന്നത്. ഇതിൽ ഒരു ദിവസം എത്ര ഡിഫക്റ്റീവ് പ്രൊഡക്ട്സുകൾ ഉണ്ടാവുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഈ 10,000 പ്രൊഡക്ട്സ് നമ്മൾ ഒരു 10 പ്രൊഡക്ട്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതെന്തായിരിക്കില്ല, അപ്രോപ്രിയേറ്റ് ആവില്ല. കാരണം എന്താണ്, 10,000 ഉണ്ടാക്കുന്നതിൽ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 1% പോലും വരുന്നില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസൃതമായിട്ടുള്ള ഒരു എമൗണ്ടിലോട്ട് വരണം. ഇപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, 500 പ്രൊഡക്ട്സിനെ കുറിച്ച് എടുത്ത് പഠിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നല്ല എമൗണ്ട് ആ ഒരു ബാച്ചിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പൊ ആ 500 സാമ്പിൾ വെച്ച് നമുക്ക് പഠിക്കുന്ന സമയത്ത് എന്തായിരിക്കും, മിനിമൈസ് ചെയ്യാൻ പറ്റും. എന്ത് പ്രോബബിൾ ആയിട്ടുള്ള എറേഴ്സ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, മിനിമൈസ് ചെയ്യാൻ സാധിക്കും. അതായത് റാൻഡം ഫ്ലക്ച്വേഷൻസ് എപ്പോഴും ഉണ്ടാവാം. ഇപ്പോ ഫസ്റ്റത്തെ ബാച്ചിൽ 10 ആയിരിക്കും ഡിഫക്റ്റീവ്, ചിലപ്പോൾ രണ്ടാമത്തെ ബാച്ചിലോട്ട് 12 ആയിരിക്കാം. അപ്പൊ നമ്മൾ ഒരുപാട് സാമ്പിൾ, മാക്സിമം സാമ്പിൾ എടുത്ത് പഠിക്കുന്ന സമയത്ത് ഈ റാൻഡം ഫ്ലക്ച്വേഷൻ നമുക്ക് മാക്സിമം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പർ എന്ന് പറയുന്നത്. ഈ 3 പ്രിൻസിപ്പിൾ എന്ത് ചെയ്യണം, നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പേ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. എക്സാമിന് നിർബന്ധമായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ഈ 3 പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് നോക്കാൻ ആരും മറക്കരുത്, നിർബന്ധമായിട്ട് എല്ലാവരും നോക്കാം. നെക്സ്റ്റ് എന്തൊക്കെയാണ് മെത്തേഡ്സുകൾ എന്നുള്ളതാണ്. സാമ്പിളിംഗ് സെലക്ട് ചെയ്യുന്നതിനുള്ള മെത്തേഡ്സ് 2 മെത്തേഡ്സുകളാണുള്ളത്. റാൻഡം സാമ്പിളിംഗ് മെത്തേഡും അതുപോലെ തന്നെ നോൺ റാൻഡം സാമ്പിളിംഗ് മെത്തേഡും. സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോപ്പുലേഷനിലെ എല്ലാ ഐറ്റംസിനെയും, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, BBA ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ BBA പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ പെർസെപ്ഷൻ നമ്മൾ മെഷർ ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ BBAയുടെ സിലബസിനെ കുറിച്ചുള്ള അവയർനെസ് നമ്മൾ എന്ത് ചെയ്യാണ്, ചെക്ക് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റുഡൻസിനും എന്ത് ചെയ്യാണ്, ഈക്വൽ ചാൻസ് ആണ് സെലക്ട് ചെയ്യുന്നതിനുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയാം. ഈ പ്രോബബിലിറ്റി സാമ്പിളിംഗ് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യും. എന്നാൽ ഞാൻ എന്ത് ചെയ്യാണ്, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ സെലക്ട് ചെയ്യും. എല്ലാവർക്കും ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ജില്ലകളിൽ നിന്നുള്ള അല്ലെ, ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ളവരൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊന്നും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഞാൻ വയനാട് ജില്ലയിലെ പാലക്കാട് ജില്ലയിലെയും മാത്രമായിട്ട് എടുത്ത് പഠിക്കുന്നുള്ളൂ. എല്ലാവർക്കും ഒന്നുമില്ല, ഈക്വൽ ചാൻസ് ഇല്ല എങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയാം. അപ്പോൾ എല്ലാ ഐറ്റംസിനും, പോപ്പുലേഷനിലെ എല്ലാ ഐറ്റംസിനും എന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്യപ്പെടാം ഈക്വൽ ചാൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയും. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സിനെ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയും. ഈക്വൽ ചാൻസ് ഇല്ലെങ്കിൽ അതിനെ നോൺ പ്രോബബിലിറ്റി എന്ന് പറയും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സിനെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സുകൾ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഏതൊക്കെയാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം.
ഫസ്റ്റ് വൺ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. എന്താണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോ 100 പേരെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ 100 പേരുടെയും പേരുകൾ നമ്മൾ എഴുതിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു ബോക്സിൽ ഇട്ടിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇവിടെ സെലക്ട് ചെയ്യപ്പെടാൻ എല്ലാ സാമ്പിൾ ആ പോപ്പുലേഷന്റെ എല്ലാ യൂണിറ്റ്സിനും എന്തായിരിക്കും, ഈക്വൽ ചാൻസ് ആയിരിക്കും. അതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത് നമുക്ക് നോക്കാനുള്ളത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണ്. ഇവിടെ എന്തായാലും ഒരു കറക്റ്റ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. വെറുതെ നമ്മളിങ്ങനെ എടുക്കല്ല, നമ്മൾ സിസ്റ്റം ഫോളോ ചെയ്യും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോ നമ്മൾ പറയുക എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ഇത്ര ആൾക്കാർ നമുക്ക് ഇങ്ങനെ ലാസ്റ്റ് എക്സ് വൈ സെഡ് ഇങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ നമ്മൾ തീരുമാനിക്കുക എല്ലാ സെക്കൻഡ് ആയിട്ട് വരുന്ന എല്ലാവരും എന്താണ് നമ്മൾ എന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്യാണ് നമ്മുടെ സാമ്പിൾ ആയിട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സിസ്റ്റമാറ്റിക് സാമ്പിൾ. ഇവിടെ ഒരു കറക്റ്റ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ആയിട്ട് വരുന്ന ഐറ്റമിനെ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ തേർഡ് ആയിട്ട് വരുമ്പോൾ സി എഫ് ഐ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, സെഡ് വരെയുള്ള മൊത്തം നമ്മൾ എത്രയാണോ നമ്മൾക്ക് സാമ്പിൾ ഉള്ളത് അത് മൊത്തം നമ്മൾ സെലക്ട് ചെയ്യുക. അതാണ് സിസ്റ്റമാറ്റിക് സാമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്തായാലും കൃത്യമായിട്ട് ആ സാമ്പിൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു ഓർഗനൈസ് വേ ഉണ്ടായിരിക്കും. അതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ആൾക്കാരെ നമ്മൾ ആവശ്യത്തിന് എടുക്കും. ഇനി മൂന്നാമത്തെ സാമ്പിളിംഗ് മെത്തേഡാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, ആ തന്നിരിക്കുന്ന ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യും, സ്ട്രാറ്റകളായിട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് ഗ്രൂപ്പുകളായിട്ട് നമ്മൾ തിരിക്കും. അത് നമ്മൾ അതിന്റെ നേച്ചറും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ അതിനെ സ്ട്രാറ്റകളായിട്ട് നമ്മൾ തിരിക്കുക. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു ഡാറ്റ തന്നെ അതിന് നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെന്റ് സ്ട്രാറ്റകളായിട്ട് എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് എന്താണ് നമ്മൾ റിസർച്ചിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, ആ ഒരു റിസർച്ചിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുക. അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇപ്പൊ നമ്മൾ ടി ഹാബിറ്റ് ആകുമ്പോൾ നമ്മൾ ഏജിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ സ്ട്രാറ്റകളായിട്ട് നമ്മൾ തരംതിരിക്കും. എന്നിട്ട് ആ സ്ട്രാറ്റകളിൽ നിന്ന് എന്ത് ചെയ്യും, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, അതായത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും കുറച്ച് സാമ്പിളുകളെ നമ്മൾ എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയാം. അപ്പൊ ആ ഒറ്റ കാര്യമാണ് ഇവിടെ ഓർത്തിക്കണേ, നമ്മൾ എൻ്റയർ ഡാറ്റ എന്ത് ചെയ്യും, നമ്മുടെ റിസർച്ച് ഒബ്ജക്റ്റീവിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്ട്രാറ്റകളായിട്ട് തിരിക്കും. എന്നിട്ട് ആ സ്ട്രാറ്റയിൽ നിന്ന് ഒരു റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ സാമ്പിൾസിനെ കളക്ട് ചെയ്യും. അതാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. നെക്സ്റ്റ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വൈഡ് ആയി കിടക്കാം. ഇപ്പോ നമുക്ക് എന്ത് ചെയ്യാം, കേരളത്തെ കുറിച്ച് പഠിക്കണം. കേരളം നമുക്കറിയാം ഏകദേശം വലിയൊരു സംസ്ഥാനമാണ്, 14 ജില്ലകളുണ്ട്. ഇതിന് എല്ലാത്തിനും കൂടി പഠിക്കാന്നുള്ളത് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ വലിയൊരു പോപ്പുലേഷൻ ആണ് എനിക്ക് പഠിക്കാനുള്ളത്. ഈ പോപ്പുലേഷൻ ഞാൻ എന്ത് ചെയ്യും, ഡിഫറെന്റ് ക്ലസ്റ്ററുകളാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും, തിരിക്കും. ഈ പോപ്പുലേഷൻ ഞാൻ ലാർജ് പോപ്പുലേഷൻ ആണ് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡിഫറെന്റ് ക്ലസ്റ്റർ ഓരോ ഡിസ്ട്രിക്ട്സിന് അനുസരിച്ച് ഞാൻ എന്ത് ചെയ്യും, ക്ലസ്റ്ററുകളായിട്ട് മാറ്റും. ഈ ക്ലസ്റ്ററുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒന്നില്ലെങ്കിൽ നമ്മൾ അവിടുത്തെ ഡെമോഗ്രഫിക്കൽ പ്രൊഫൈൽസോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ അതിൽ നിന്ന് കളക്ട് ചെയ്യും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുക വേറെയും പറയാം. ഇപ്പൊ നിങ്ങളുടെ പഞ്ചായത്തിന്റെ പേര് എ ആണെന്ന് വിചാരിക്കാം. ഇവിടെ 27 വാർഡുകൾ ഉണ്ടെങ്കിൽ ഓരോ വാർഡുകളെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്ലസ്റ്ററുകൾ ആക്കിയിട്ട് പറയാം. ഇപ്പോ കോവിഡ് വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ക്ലസ്റ്ററിൽ എന്തുണ്ട്, പ്രൈമറി കോണ്ടാക്ട് ഉണ്ട്, ഇവിടെ സെക്കൻഡറി കോണ്ടാക്ട് ഉണ്ട്. അതിനൊക്കെ നമ്മൾ ക്ലസ്റ്ററുകൾ ആക്കി തിരിച്ചിട്ടുണ്ടാവും. ആദ്യത്തെ 2 ക്ലസ്റ്ററുകൾ യാത്രാ നിരോധനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, കുറച്ച് യാത്രാ നിരോധനത്തിന് ഇളവ് പറഞ്ഞിട്ടുണ്ടാവും. അവിടെ 10 പേർക്ക് കല്യാണത്തിന് കൂടെ, ഇവിടെ രണ്ടാമത്തെ ക്ലസ്റ്റർ ആകുമ്പോൾ 30 പേർ, അതിനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ക്ലസ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ അത്തരത്തെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ തിരിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ക്ലസ്റ്ററിൽ നിന്ന് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റയെ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒക്കെ ഒരേ ലെവൽ തന്നെയാണ്, പക്ഷെ ഡിഫറെന്റ് ലാർജ് പോപ്പുലേഷൻ ആകുമ്പോഴാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുക. അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിൽ പറയാനുള്ളത് കേട്ടോ. അപ്പൊ ഇത് ടൈംസും റിസോഴ്സും ഒക്കെ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. വൈഡ്ലി സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ലാർജ് പോപ്പുലേഷൻ ആവുന്ന സമയത്താണ് നമ്മൾ ഏത് ഉപയോഗിക്കുക, ക്ലസ്റ്റർ സാമ്പിളിംഗ് ഉപയോഗിക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ ഒരേപോലെ അല്ലേ സാറേ, അപ്പൊ ഇതെല്ലാം നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തോന്നാം. പക്ഷെ എല്ലായ്പ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്താണ് ആ പോപ്പുലേഷൻ ലാർജ് വൈഡ് സ്പ്രെഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ഒരു ക്ലസ്റ്റർ സാമ്പിളിംഗ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ അല്ലേ? അതാണ് നമ്മൾ പഠിക്കേണ്ട
പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഓക്കെ ആണല്ലോ? ഓക്കെ ആണെന്നുള്ളത് പറയാം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാൻ കാരണം എനിക്ക് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാതെ നിങ്ങളെ വിടാൻ എനിക്ക് ഒട്ടും തോന്നുന്നില്ല. അതുകൊണ്ടാണ് പ്രോബ്ലത്തിലൂടെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇനി നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആ പോപ്പുലേഷനെ എല്ലാ യൂണിറ്റിനും സെലക്ട് ചെയ്യപ്പെടാൻ ഈക്വൽ ചാൻസ് ഇല്ലാത്ത സാമ്പിളിങ്ങിനെയാണ് നമ്മൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെയാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. ഇപ്പൊ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീമ ജാഫറിന്റെ കൺവീനിയൻസ് അനുസരിച്ച് റീമയുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരുടെ ഒക്കെ സാമ്പിൾ റീമ എടുക്കുകയാണ്. ഞാൻ റീമേനോട് പറഞ്ഞു റീമയുടെ ജില്ലയായിട്ടുള്ള തൃശ്ശൂരിലെ എല്ലാവരുടെയും ഡാറ്റ കളക്ട്. അപ്പൊ റീമ എന്ത് ചെയ്തു? 100 പേരുടെ അല്ലേ സാറ് പറഞ്ഞത്, എന്റെ വീടിന്റെ അടുത്ത് എല്ലാ ആൾക്കാരും എനിക്ക് അറിയുന്നവരുടെ ഒക്കെ ഡാറ്റ കളക്ട് ചെയ്തു. 100 പേരുടെ ഡാറ്റ കിട്ടുകയും ചെയ്തു. അതാണ് എന്തെന്ന് പറഞ്ഞത്? കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി അത്രേ ഉള്ളൂ. നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ച് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് കോട്ട സാമ്പിളിംഗ് ആണ്. എന്താണ് കോട്ട സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോട്ട സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തന്നിരിക്കുന്ന ആ ഒരു സാമ്പിളിനെ പോപ്പുലേഷൻ മൊത്തമായിട്ട് നമ്മൾ ഡിഫറെന്റ് കോട്ടാസുകളായിട്ട് നമ്മൾ തിരിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ ഡിഫറെന്റ് കോട്ടകളായിട്ട് നമ്മൾ എന്ത് ചെയ്യും? തന്നിരിക്കുന്ന ഡാറ്റയെ മൊത്തം നമ്മൾ തിരിക്കും. അതായത് നമ്മളിവിടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഏജ് ഗ്രൂപ്പിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസിനൊക്കെ അനുസരിച്ച് ഡിഫറെന്റ് കോട്ടകളായിട്ട് നമ്മൾ എന്ത് ചെയ്യും? തന്നിരിക്കുന്ന മൊത്തം ഡാറ്റയെ നമ്മൾ തിരിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഒരു സാമ്പിളിംഗ് ഏതെങ്കിലും ഒരു കൺവീനിയൻസ് സാമ്പിളിംഗ് അല്ലെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗോ ഉപയോഗിച്ച് എന്ത് ചെയ്യും? നമ്മൾ ഡാറ്റാസിനെ കളക്ട് ചെയ്യുകയാണെന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോട്ട സാമ്പിളിംഗിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർ പോപ്പുലേഷൻ എന്ത് ചെയ്യും? നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള സബ് ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ സ്ട്രാറ്റകളായിട്ട് തന്നെ നമ്മൾ ഇവിടെയും തരംതിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് എന്തായിരിക്കും? ആ സബ് ഗ്രൂപ്പുകളാക്കിയിട്ട് തരംതിരിക്കുന്നത് അവിടെ എല്ലാ യൂണിറ്റും എന്ത് ഉണ്ടാവില്ല? സെലക്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ എന്ത് ചെയ്യാം? കോട്ടകൾ എടുത്തുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് പഠനം നടത്തുകയാണെന്ന് അതാണ് കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പർപ്പസീവ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് ആണ്. എന്താണ് പർപ്പസീവ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ? ഒരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് തന്നെയാണ് പർപ്പസീവ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്തായിരിക്കും? ഇവിടെ നമ്മൾ പാർട്ടിസിപ്പന്റിനെ സെലക്ട് ചെയ്യുന്ന എന്തിനായിരിക്കും? ഡെലിബറേറ്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്. എന്റെ ജഡ്ജ്മെന്റ് എന്താണോ അതിനനുസരിച്ചായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്? പാർട്ടിസിപ്പൻസിനെ ഞാൻ സെലക്ട് ചെയ്യുന്നത്. എന്തായിരിക്കും? ഞാൻ പാർട്ടിസിപ്പൻസിനെ ഞാൻ സെലക്ട് ചെയ്യുന്നത്. പാർട്ടിസിപ്പൻസിനെ ഞാൻ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. അതാണ് എന്തെന്ന് പറഞ്ഞത്? ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് അല്ലേ? അതായത് കറക്റ്റ് ആയിട്ട് എന്റെ എന്താണോ ഞാൻ എങ്ങനെയാണോ ജഡ്ജ് ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ നിങ്ങളെ എങ്ങനെയാണോ നോക്കുകയാണ് അതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യാണ്? ജഡ്ജ് ചെയ്തുകൊണ്ട് സാമ്പിൾസിനെ സെലക്ട് ചെയ്യാം. ഇപ്പൊ ഇവൻ ഓക്കെ അല്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? അവനെ എടുക്കില്ല. ഇവൻ എനിക്ക് കൊള്ളാം, അപ്പൊ ഞാൻ അവനെ എടുത്തു. അതാണെന്ന് പറഞ്ഞത് പർപ്പസീവ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? സ്നോബോൾ സാമ്പിളിംഗ് ആണ്. നമ്മളുടെ സാമ്പിൾ എന്ന് പറയുന്നത് കളക്ട് ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. റെയർ ആണ് നമുക്ക് സാമ്പിൾ സെലക്ട് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് എങ്കിൽ അല്ലെങ്കിൽ സാമ്പിൾ കിട്ടാനെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രം കേട്ടോ. റെയർ ആയിട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള കേസുകളിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക? സ്നോബോൾ സാമ്പിളിംഗ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് ഇവിടെ നമ്മൾ സ്നോബോൾ ആ ബോളിന്റെ പോലെ തന്നെയാണ് വരുന്നത്. അതായത് ഇപ്പോ എനിക്ക് എന്റെ പഞ്ചായത്ത് വരുന്നത് എടക്കരയാണ്. എന്റെ നാട് വരുന്നത് എടക്കരയാണ്. അപ്പൊ എടക്കര പഞ്ചായത്തില് വീടുകളില്ലാത്ത ആൾക്കാരെ കുറിച്ച് എനിക്കറിയാം. ഇത് ശരിക്കും റെയർ ആയിട്ട് ഇന്നത്തെ കാലത്ത് വീടില്ലാത്തവരൊക്കെ കുറവായിരിക്കും. പഞ്ചായത്തിലൊക്കെ പോയിട്ട് അറിയാം. ഇതിപ്പോ ഞാൻ കേസ് ജസ്റ്റ് എന്ത് ചെയ്യാം? ഈ ഒരു വീട് ആക്കിയതാണ്. റെയർ കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും? ഇപ്പൊ ക്യാൻസർ അല്ലെങ്കിൽ HIV അങ്ങനെ ബാധിതവരൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇടയ്ക്കര വീടുകളില്ലാത്ത ആൾക്കാരെ കുറിച്ച് എന്ത് ചെയ്യും? എനിക്ക് അറിയേണ്ടതുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്തത്? ഞാൻ എന്ത് ചെയ്തു? എങ്ങനെയെങ്കിലും എന്റെ കോണ്ടാക്ട് വെച്ചിട്ട് ഒരു റെഫറൻസ് വെച്ചിട്ട് ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു. ഇയാളോട് ഞാൻ എന്ത് ചെയ്തു? കുറച്ച് റെഫറൻസ് ചോദിച്ചു. അദ്ദേഹം കുറച്ച് എനിക്ക് റെഫറൻസ് തന്നു. ഇവര് കുറച്ച് റെഫറൻസ് തന്നു. ഇവര് കുറച്ച് റെഫറൻസ് തന്നു. പിന്നെ ഇദ്ദേഹം വേറെ റെഫറൻസ്. ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യാണ്? എനിക്ക് എത്രയാണോ സാമ്പിൾ, എനിക്ക് 100 പേരുടെ ഡാറ്റ ആയിരുന്നു വേണ്ട. ആ 100 പേരുടെ ഡാറ്റ കിട്ടുന്ന വരെ ഞാൻ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഇങ്ങനെ ബോൾ ഉരുണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയാം. സിംപ്ലി ഇത്രയേ ഉള്ളൂ. ഇത് നമ്മളുടെ വേർഡ്സിലോട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? മാറ്റി എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ഇതാണ് നമുക്ക് എന്ത് ചെയ്യാം? സാമ്പിളിങ്ങിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ആയിട്ട് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ടൈം കൺസ്യൂം അധികം ചെയ്യാതെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ് എന്തെന്ന് പറയുന്നത്? സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് കേട്ടോ.
അപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ എത്രമാത്രമാണ് നമ്മൾ നല്ല സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ ആ നമുക്ക് കിട്ടുന്ന ഡാറ്റ എന്തായിരിക്കും അതിനനുസരിച്ച് ഓക്കെ ആയിരിക്കും. അപ്പൊ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ നോക്കുക. അപ്പൊ അതിന്റെ ആക്യുറസി, റിലയബിലിറ്റി, സ്റ്റെബിലിറ്റി, സസ്റ്റൈനബിലിറ്റി, അതുപോലെ തന്നെ ഇന്റൻസീവ് സ്റ്റഡി ചെയ്യുന്നതിനൊക്കെ വേണ്ടി നമ്മളെ ഈ ഒരു സാമ്പിളിംഗ് മെത്തേഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സാമ്പിളിംഗ് മെത്തേഡ്സിന്റെ അഡ്വാൻറ്റേജ് നോക്കാം. അപ്പോൾ 10 മാർക്കിന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സാമ്പിളിംഗ് മെത്തേഡ്സ് ചോദിക്കാം, അല്ലെങ്കിൽ സാമ്പിളിംഗിന്റെ പ്രിൻസിപ്പിൾസ് 5 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ സാമ്പിളിംഗ് എന്താണെന്നുള്ളത് 2 മാർക്കിന് ചോദിക്കാം, സെൻസസ് മെത്തേഡ് എന്താണെങ്കിൽ സെൻസസ് എന്താണെന്നുള്ളത് ചോദിക്കാം, പോപ്പുലേഷൻ എന്താണെന്നും ചോദിക്കാം. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. സെക്കൻഡ് യൂണിറ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? തേർഡിലോട്ട് പോവല്ലേ?